ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഓരോ പ്രതിസന്ധികളും അത് പുതിയ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറുകയാണ്. ഒരു വാതിൽ നമ്മുടെ മുമ്പിൽ അടയുമ്പോൾ പല വാതിലുകൾ തുറക്കപ്പെടുന്ന അനുഭവമായിട്ട് അത് മാറുകയാണ്. ബ്രദർ എൽവിസ് കോട്ടൂരാൻ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളോട് സംസാരിച്ചത്, തൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെ നമ്മളോട് സംസാരിച്ചത്, അവസാനം നമുക്ക് നൽകിയ ആ മെസ്സേജ് ഇത് തന്നെയായിരുന്നു. ജീവിതത്തിലെ പ്രതിസന്ധികളൊന്നും ഒന്നിൻ്റെയും അവസാനമല്ല, മറിച്ച് മറ്റു പലതിൻ്റെയും തുടക്കമാണ്. ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടം, കോവിഡ്, ഇപ്പോൾ ഒമൈക്രോണും, പലതരത്തിലുള്ള നഷ്ടങ്ങൾ, രോഗപീഠകൾ, സാമ്പത്തിക പ്രതിസന്ധികൾ, ഇതൊക്കെ കർത്താവിനോട് കൂടെ നടക്കുന്ന ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം നിശ്ചയമായിട്ടും അത് പുതിയ സാധ്യതകൾക്കുള്ള വാതിലായിട്ട് മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. എൽവിസ് കോട്ടൂരാൻ ബ്രദറെ ഈ എപ്പിസോഡിൽ തന്നെ നടത്തിയ അനുഭവങ്ങൾ, പ്രത്യേകിച്ച് തൻ്റെ കുടുംബജീവിതത്തിൽ, ഭാര്യയും മക്കളും അടങ്ങുന്ന തൻ്റെ കുടുംബജീവിതത്തെ ദൈവം എങ്ങനെ മനോഹരമായിട്ട് പരിപാലിക്കുന്നു, വഴി നടത്തുന്നു എന്ന കാര്യം നമ്മുടെ പ്രേക്ഷകരുമായിട്ട് സംസാരിക്കണം. ബ്രദറെ, സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡ് നിശ്ചയമായിട്ടും അനേകർക്ക് വലിയ ഒരു പുത്തൻ ഉണർവ്, പ്രത്യേകിച്ച് ഈ പുതുവർഷത്തിൻ്റെ ആരംഭത്തിൽ വലിയൊരു മെസ്സേജായിരുന്നു അത്. അങ്ങയുടെ കുടുംബജീവിതത്തെക്കുറിച്ച് അറിയാൻ നമ്മുടെ പ്രേക്ഷകർക്ക് ഒത്തിരി താല്പര്യമുണ്ട്. പ്രത്യേകിച്ച് ഈ തീപിടിച്ചവർ എന്നുള്ള ഈ ശുശ്രൂഷയിൽ നമ്മൾ കൂടുതലായിട്ടും ഈ ശുശ്രൂഷകരുടെ ഫാമിലി ലൈഫിനെയാണ് നമ്മൾ കൂടുതലായിട്ട് എടുത്ത് കാണിക്കുന്നത്. അങ്ങയുടെ കുടുംബജീവിതത്തെക്കുറിച്ചൊന്ന് പറഞ്ഞാട്ടെ. ഭാര്യ, മക്കളൊക്കെ എത്ര പേരാ മക്കൾ? ഫാമിലി എന്ന് പറയുന്നത് ഭാര്യയും ഒരു 14 മക്കളുണ്ട്. ഞങ്ങളുടെ കുടുംബം 14 മക്കളോ? 14 പിള്ളേരുണ്ട്. 14 പേരെന്ന് പറയുമ്പം ആദ്യം എല്ലാവരും ഞെട്ടും. അതിൻ്റെ അകത്ത് ഒരു 7 പേര് സ്വർഗത്തിലാണ്. 5-ാമത്തെയും 7-ാമത്തെയും 9-ാമത്തെയും കുഞ്ഞുങ്ങൾ 6 മാസത്തിൽ ഗർഭത്തിലായിരിക്കും ഞങ്ങൾ നഷ്ടപ്പെട്ടു. പിന്നെ 10, 11, 12, 13 4 പേര് കണ്ടിന്യൂസ് ആയിട്ട് ഓരോ വർഷത്തിൽ 3 മാസമായപ്പോൾ ഞങ്ങൾ നഷ്ടപ്പെട്ടു. മിസ്കാരേജസ് ആയിട്ട് വരും. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് 14-ാമത്തെ ആൾ ഇന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ട്. ആൾക്കിപ്പോൾ 6 വയസ്സായി. അങ്ങനെ 7 പേര് കൂടെയുണ്ട്. 7 പേര് ഈശോയുടെ കൂടെ ആയിരിക്കുന്നത് സ്വർഗത്തിലുണ്ട്. അതെ. അതിൽ മൂത്തയാൾക്ക് ഇപ്പോൾ 24 വയസ്സ് കഴിഞ്ഞു. അവളെ കല്യാണം കഴിഞ്ഞ് 2 മക്കളായി. അത് ശരി. അപ്പം മകൾക്ക് 2 കുട്ടിയായി. അതെ. അപ്പം ചുരുക്കി പറഞ്ഞാൽ 14 മക്കളും 2 കൊച്ചുമക്കളും 16 മക്കളുടെ അപ്പനാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത്. അതെ അതെ അതെ. അങ്ങനെ ഈ ഒരു പ്രായത്തിൽ ഗ്രാൻഡ് ഫാദർ ആകാറുള്ളൊരു ഭാഗ്യമായി. ഇത്ര ഈ പ്രായത്തിൽ ഒരു ഗ്രാൻഡ് ഫാദർ ആകാന്ന് പറഞ്ഞാൽ അപൂർവങ്ങളിൽ ഈ കാലഘട്ടത്തിൽ. അപ്പോൾ അതാണ് ഒരു കുടുംബത്തെക്കുറിച്ച് പറയുന്നത്. അങ്ങയുടെ വൈഫ് ഒരു അഡ്വക്കേറ്റ് ആണെന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നില്ല. കുടുംബത്തിൽ തന്നെയാണ്. എങ്ങനെയാ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ, മീൻസ് കുടുംബത്തിൽ എല്ലാവരും ദൈവാനുഭവത്തിലാണോ മക്കളും? അതെ അതെ, ദൈവാനുഭവത്തിലാണ് വളരുന്നത്. അത് ദൈവത്തിൻ്റെ ഒരു വലിയൊരു പരിപാലനയാണ്. ഞാനതിനെ കാണുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഈശോ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ജീവിതം പലപ്പോഴും ആൾക്കാർ ചോദിക്കുന്നു, ഈ 14 മക്കളെയൊക്കെ എങ്ങനെ വളർത്തും, അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ഇപ്പോൾ 7 പേരാണെങ്കിൽ തന്നെ എങ്ങനെ വളർത്തുന്ന ചോദ്യമൊക്കെയാണ്. ഇതൊന്നും നമ്മുടെ കഴിവ് കൊണ്ടോ ബുദ്ധി കൊണ്ടോ സമ്പത്ത് കൊണ്ടോ നടക്കുന്ന കാര്യമല്ല. ഇതെല്ലാം ദൈവത്തിൻ്റെ കൃപയാണ്. അപ്പോൾ ഈ കൃപ നമ്മുടെ ജീവിതത്തിൽ വരാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ മതി. അതായത് ദൈവം കൃപ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പരിശുദ്ധ അമ്മയാണ് ഏറ്റവും നല്ല മാതൃക. ദൈവകൃപ നിറഞ്ഞവൾ എന്ന് പറയുന്നത്. ദൈവഹിതം നമ്മൾ നിറവേറ്റുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവകൃപ വന്നോളും. അപ്പോൾ അതിനാദ്യത്തെ ദൈവരാജ്യം അന്വേഷിക്കുക, ബാക്കിയെല്ലാം ദൈവം കൂട്ടിച്ചേർക്കപ്പെടണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തമ്പുരാൻ ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കണം. അപ്പോൾ ഈ മക്കളായാലും ഭാര്യ ആയാലും എല്ലാവരും ഈ ഒരു അനുഭവത്തിൽ വളർന്നു വരുന്നത് എൻ്റെ എന്തെങ്കിലും പുണ്യം കൊണ്ടൊന്നുമല്ല. അത് നമ്മൾ ദൈവം പറഞ്ഞ കാര്യം ചെയ്യാൻ പോകുമ്പോൾ തമ്പുരാൻ്റെ വാഗ്ദാനം അനുസരിച്ച് നമ്മളെ കാര്യം ചെയ്തോളൂ. അപ്പോൾ അങ്ങനെ എല്ലാവരും ഇന്നൊരു ദൈവരാജ്യമാണ് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ദൈവാനുഭവത്തിൽ വളർന്നു വരുന്നു. വൈഫിനെ സംബന്ധിച്ചും വലിയൊരു പ്രൊഫഷൻ ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്ന ഒരാളാണ്. വക്കീലായിട്ട് പഠിച്ചു. അപ്പൻ വക്കീലായിരുന്നു, അപ്പൻ മരിച്ചുപോയി. അപ്പോൾ ഹൈക്കോർട്ടിൽ ഒരു ആർബിട്രേറ്റർ, അപ്പോൾ നല്ലൊരു ഓഫീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഇരിക്കെ ഈ ദൈവരാജ്യം എന്നുള്ളത് പ്രയോറിറ്റി വന്നപ്പോൾ അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ദൈവത്തിന് ഓരോ കുടുംബത്തെക്കുറിച്ചും മക്കൾ കൂടുതലുണ്ടാകുക എന്നുള്ളതാണ്. അപ്പോൾ അതിലേക്ക് വന്നപ്പം
പ്രൊഫഷൻ അവിടെ തന്നെ മാറ്റേണ്ടി വന്നു. കാരണം മക്കളുടെ കൂടെ സമയം ചെലവഴിക്കേണ്ടതായിട്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു ചോദ്യമുണ്ട്. ഈ എല്ലാവരും തന്നെ അങ്ങനെ ഒരു നയം എടുത്താൽ നമ്മൾ ഈ സ്ത്രീകൾ അവരുടെ ജോലി, പ്രൊഫഷൻ, കാര്യങ്ങൾ ഇതിനെല്ലാം അത് ബാധിക്കുകയില്ലേ? അപ്പോൾ സ്ത്രീകൾ വെറും കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കാൻ വേണ്ടി മാത്രമുള്ള അതൊരു എന്താ പറയുക, ഒരു താലിബാൻ ചിന്താഗതി പോലെ ആയി വ്യാഖ്യാനിക്കപ്പെടാനുള്ള സാധ്യതയില്ലേ? അതെ അതെ അതെ, ഇത് അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾക്കൊരു വലിയൊരു അബദ്ധം പറ്റിയെന്ന് വെച്ചാൽ അത് ഏദൻ തോട്ടത്തിൽ പറ്റിയൊരു അബദ്ധമാണ്. നമ്മളെന്തൊക്കെയോ നേടുന്നത് വഴിയാണ് മനുഷ്യജീവിതം ധന്യമാകുന്നതാണ് ലോകം നമ്മളെ പഠിപ്പിക്കുന്നത്. മനുഷ്യൻ നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. ജനിക്കുമ്പോഴേ തൊട്ട് നമ്മൾ പിള്ളേർ നീ ഡോക്ടറാണ്, എഞ്ചിനീയറാണ്, നീ ജോലിയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ എന്തൊക്കെയോ ആർജിക്കുന്നത് വഴിയാണ് നമ്മുടെ ജീവിതം ധന്യമാകുന്നതെന്നാണ് നമ്മുടെ ഒരു തെറ്റായൊരു ബോധ്യമാണ്. മനുഷ്യജീവിതം ധന്യമാകുന്നത് നേടുന്നത് വഴിയല്ല, നഷ്ടപ്പെടുത്തുന്ന വഴിയാണ്. അത് കുറച്ചുകൂടെ ഒന്ന് വിശദീകരിച്ചു കൊടുക്കാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കുള്ളത് നമ്മൾ പങ്കുവയ്ക്കണം. അപ്പം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ജീവിതം രക്ഷ പ്രാപിക്കുന്ന, പൗലോസ് വളരെ വ്യക്തമായി പറയുന്നുണ്ട്, സ്ത്രീ സ്നേഹത്തിലും വിനയത്തിലും വിശ്വാസത്തിലും വിശുദ്ധിയിലും നിലനിൽക്കുന്നെങ്കിൽ പോലും അവൾ മാതൃത്വത്തിലൂടെയാണ് രക്ഷ പ്രാപിക്കുക. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളെല്ലാവരും ഒരു ദിവസം നമുക്ക് വളരെ തുച്ഛമായൊരു കാലഘട്ടം ഈ ലോകത്തിലുള്ളൂ. 70 വർഷം അല്ലെങ്കിൽ 80 വർഷം. 80 വർഷം ജീവിച്ച 27,000 ദിവസമാണ് ഈ ഭൂമിയിലുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മളൊക്കെ തമ്പുരാൻ്റെ മുമ്പിൽ ഒരു കണക്ക് കൊടുക്കേണ്ട ഒരു ദിവസമുണ്ട്. അതിനെക്കുറിച്ച് ലോകം നമ്മളോട് പറയുന്നില്ല. അതാണ് നമ്മുടെ ജഡ്ജ്മെൻറ്റ് ഡേ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ ലോകത്തിൽ ദൈവം തന്ന കാര്യങ്ങൾക്കെല്ലാം ഒരു കണക്ക് കൊടുക്കേണ്ട ദിവസമാണ്. അന്ന് ദൈവം തമ്പുരാൻ നമ്മൾ വിധിക്കപ്പെടുന്നത് നമ്മളുടെ ബാങ്ക് ബാലൻസിൻ്റെ അളവനുസരിച്ചോ ക്വാളിഫിക്കേഷൻ്റെ അളവനുസരിച്ചോ നമ്മൾ കിട്ടിയ അവാർഡുകളുടെ നേട്ടങ്ങളുടെ റാങ്കിൻ്റെ അളവനുസരിച്ചിട്ടല്ല, നമ്മളിലുള്ള ദൈവത്വത്തിൻ്റെ അളവനുസരിച്ചിട്ടാണ്. ക്രിസ്തുവിൽ നീ എത്രമാത്രം വളർന്നു, അങ്ങനെയാണ് നമ്മൾ വിധിക്കപ്പെടുക. അപ്പോൾ ഇവിടെയാണ് ഈ നഷ്ടപ്പെടുത്തുക എന്നുള്ള ഒരു പ്രിൻസിപ്പിൾ, അത് ഇന്ന് ലോകത്തിന് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യം. നമ്മളിതൊക്കെ കുഞ്ഞുങ്ങൾ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ലോകത്തെ സംബന്ധിച്ച് ക്രൂശിതനായ ക്രിസ്തു സ്വന്തം ജീവൻ നൽകുന്നത്, ശരീരം നൽകുന്നത്, രക്തം നൽകുന്നത്, തൻ്റെ ദൈവത്വം പങ്കുവയ്ക്കുക എന്ന് പറഞ്ഞാൽ ഇന്ന് ലോകത്തെ സംബന്ധിച്ച് പോഷത്തരമാണ്. പക്ഷേ ഈ പോഷത്തരം വഴിയേ ലോകം നിലനിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ലോകത്തിൻ്റെ പ്രിൻസിപ്പിൾ മുഴുവൻ അങ്ങനെയാണ്. ഈ സൂര്യൻ തൊട്ട് പ്രപഞ്ചത്തിലെല്ലാം ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് അതുങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, അവർ മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവെച്ചുകൊണ്ടിരിക്കുക. സൂര്യനെ കത്തി ഒരു ദിവസം ഇല്ലാണ്ടാവും. അതുകൊണ്ട് ഈശോ പറഞ്ഞു, ഒരു ഗോതമ്പ് മണി നിലത്ത് വീണ് അഴുകുന്നില്ലെങ്കിൽ അത് ഫലം ഉണ്ടാവില്ല. അപ്പോൾ ഈ അഴുകൽപ്പെടൽ വഴി, അതാണ് ഈ നഷ്ടപ്പെടുത്തുന്നത്. അഴുകുക ആർക്ക് വേണ്ടി? മറ്റുള്ളവർക്ക് വേണ്ടി അഴുകുക. അപ്പോൾ ഇങ്ങനെ അഴുകപ്പെടുന്നത് വഴിയാണ് ഈ ലോകം നിലനിൽക്കുന്നത്, അല്ലാതെ ലോകം നിലനിൽക്കില്ല. അപ്പോൾ ഇതിനെതിരായിട്ടാണ് പിശാച് പറയേണ്ടത്, നീ അഴുകുമൊന്നും വേണ്ട, നീ ഇങ്ങനെ നിൻ്റെ കൂട്ടിക്കൊണ്ടിരിക്കുക, മാക്സിമം ഈ ജീവിതം ആസ്വദിക്കുക. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇന്ന് ലോകം നേരിടാവുന്ന ഏറ്റവും വലിയ വിപത്ത് കൊറോണയും ഒമിക്രോണും ഒന്നുമല്ല. അധികം താമസിയാതെ ലോകത്ത് ഡീപോപ്പുലേഷൻ എന്നൊരു കാര്യം വരാൻ പോവുകയാണ്. ഇന്നൊരു വലിയ ശതമാനം രാജ്യങ്ങൾ, ഇപ്പം ചൈന ഓൾറെഡി തുടങ്ങി. ചൈനയിൽ ഒരു കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ 25,000 എനിക്കൊന്ന് രൂപയ്ക്കടുത്ത് അല്ലെങ്കിൽ 50,000 രൂപയ്ക്കടുത്ത് ഇൻസെൻറ്റീവ് കൊടുക്കണം. മുകേഷ് അംബാനി ഒരിക്കൽ പറഞ്ഞ വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ചൈന വിൽ ബിക്കം ഓൾഡർ ഫാസ്റ്റർ ദാൻ ഇറ്റ് ബിക്കംസ് റിച്ചർ എന്ന് പറയും. അതായത് ചൈന ഒരു സാമ്പത്തിക ശക്തിയായി ലോകത്ത് മാറുന്നൊക്കെ ഇങ്ങനെ പറയുന്നത്, മാറുന്നതിന് മുൻപേ അതൊരു വയസ്സിൻ്റെ രാജ്യമായിട്ട് മാറും. കാരണം ഇന്ന് ചൈന നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം കുഞ്ഞുങ്ങളില്ലാത്തതാണ്. ചൈന മാത്രമല്ല, തന്നെ ഇപ്പോൾ ചൈന 3ാമത്തെ കുട്ടിയെ അവർ അനുവദിച്ചു തുടങ്ങിയല്ലോ. അനുവദിച്ചപ്പോൾ ആൾക്കാരുണ്ടാകുന്നില്ല. അപ്പോൾ ഇൻസെൻറ്റീവ് കൊടുക്കുകയാണ്. ചൈന അങ്ങോട്ട് പൈസ കൊടുത്തിട്ട് കുഞ്ഞുങ്ങളുണ്ടാകണമെന്ന് ആലോചിച്ച് നോക്കിയാൽ അത്രമാത്രം ഭയാനകവും ഭീകരമാണ് ചൈനയുടെ സ്ഥിതി. ഇത് തന്നെയാണ് എല്ലാ ലോകത്തും സംഭവിക്കാൻ പോകുന്നത്. യൂറോപ്പിലും ഏഷ്യയിലും അമേരിക്കയിലൊക്കെ സംഭവിക്കുന്നതാണ്. ഒരു കുടുംബം അല്ലെങ്കിൽ ഒരു റേസ് അല്ലെങ്കിൽ ഒരു വർഗം നിലനിൽക്കണമെങ്കിൽ മിനിമം 2.1 കുട്ടികൾ ഒരു സ്ത്രീകളുണ്ടാണെന്ന് പറയും. ഇന്ന് ലോകത്തിൽ പല ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായത്. ഇന്ത്യയിൽ പോലും ഈ വർഷം അത് കുറഞ്ഞു എന്നാണ് പറയുന്നത്. മനസ്സിലായി? അപ്പോൾ അതുകൊണ്ട് ഇനി ഒരു 10-20-50 വർഷത്തിനകത്ത്, ഒരു 30 വർഷത്തിനകത്ത് ലോകത്ത് വയസ്സന്മാരെ കൊണ്ട് നിറഞ്ഞൊരു ലോകമായിട്ട് മാറാൻ പോവാണ്. ഇതാണ് ലോകം നേടുന്ന ഏറ്റവും വലിയ ട്രാജഡി എന്ന് പറയുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ ലോകം പറഞ്ഞ കേൾക്കുകയാണ്, നീ എന്തൊക്കെയോ നേടുക, നിൻ്റെ സുഖവും നിൻ്റെ സന്തോഷം അന്വേഷിച്ചിട്ടാണ് ജീവിതം ധന്യമാകുന്നത്. അവിടെയാണ് നമ്മൾ നഷ്ടപ്പെടുക, അഴുകുക. അപ്പോൾ ഈ അഴുകുക എന്ന് പറയുമ്പോൾ നഷ്ടപ്പെടുത്താൻ ഒരു തെറ്റായൊരു ചിന്ത, നമുക്ക് ഈ സ്വയം നിഷേധിക്കുക എന്നൊരു തോന്നുന്നത്. അതാണ് ആൾക്കാർക്ക് തോന്നുന്നത്.
ഞാൻ ഈ വിദ്യാഭ്യാസം എല്ലാം പഠിച്ചിട്ട് കഴിവുണ്ടായിട്ട് ഞാനിങ്ങനെ പ്രസവിച്ച് നടക്കുക എന്നൊരു മണ്ടത്തരമല്ല എന്നൊരു തോന്നലാണ്. അത് മണ്ടത്തരമല്ല, അത് സ്വയം നമ്മൾ സ്വയം നിഷേധിക്കലല്ല, അത് നമ്മുടെ ആത്മസാക്ഷാത്കാരമാണ്. നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് വഴിയാണ്, ത്യജിക്കുന്നത് വഴിയാണ് നമ്മളിൽ ദൈവത്വത്തിലേക്ക് നമ്മൾ വളരുന്നത്. ബ്രദറെ, ഒരു പൊതുബോധത്തിൽ നമ്മൾ ആത്മീകമായിട്ട് ചിന്തിക്കുമ്പോൾ ഈ പറഞ്ഞത് ശരിയാണ്. എന്നാൽ ചില വ്യക്തിപരമായി സെപ്പറേറ്റ് ആയിട്ട് ചില കുടുംബങ്ങളെ നമ്മൾ എടുത്തു നോക്കിയാൽ ഈ പറഞ്ഞ കാഴ്ചപ്പാടിൽ കൂടുതൽ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുന്നു. ചില 7-8 അതിലധികവും മക്കളൊക്കെ ഉള്ള. പക്ഷെ പലരും സാമ്പത്തികമായിട്ടൊക്കെ ഭയങ്കരമായിട്ട് ഞെരുങ്ങുന്നു, ഭയങ്കര കഷ്ടങ്ങളിലൂടെ പോകുന്നു. അപ്പോൾ അവരെടുക്കുന്ന തീരുമാനം, ഈ കൂടുതൽ മക്കൾക്ക് ജന്മം കൊടുക്കുക എന്നുള്ള അവരുടെ ആ തീരുമാനം, അത് വാസ്തവത്തിൽ വളരെ ഗുരുതരമായ ഒരു ഭവിഷ്യത്തിലേക്ക്, എന്ന് പറഞ്ഞാൽ ഈ മക്കളെ വളർത്താൻ അവരൊരുപാട് കഷ്ടപ്പെടുന്നു. അത് ഒരു തെറ്റായ സന്ദേശം നൽകുന്നില്ലേ? അവിടെയാണ് നമ്മൾ സഭ, കൂട്ടായ്മ എന്നൊക്കെ പറയുന്നത്. മനുഷ്യൻ എപ്പോഴും ഒരു സാമൂഹിക ജീവിയാണ്. ഇപ്പം എൻ്റെ ഒരു എക്സാമ്പിൾ, ഞാനിപ്പോൾ ഞങ്ങൾ 7 മക്കളെന്ന് പറഞ്ഞു. എൻ്റെ ആദ്യത്തെ ശമ്പളം 1200 രൂപയാണെന്ന് ഞാൻ പറഞ്ഞു. അത് വർദ്ധിച്ചു വന്ന് ഞാൻ റിസൈൻ ചെയ്തതിനൊക്കെ മുമ്പ് തന്നെ എനിക്കൊരു 50,000 രൂപ, അന്നത്തെ ഒരു 10-15 വർഷം 50,000 രൂപ എനിക്ക് സാലറി ഉണ്ട്. ഈ 50,000 രൂപ എനിക്ക് ആവശ്യമില്ല. അന്ന് മുതലേ ഞങ്ങൾ മറ്റു കുടുംബങ്ങളെ സഹായിക്കായിരുന്നു. ഇന്ന് ഞങ്ങളുടെ കൂടെ ഒരു 40 കുടുംബമുണ്ട്. അത് ബ്രദറിൻ്റെ മിനിസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട്, മനസ്സില്ല, അതിൽ ഒരു 60-70 കുട്ടികളുണ്ട്. അപ്പം ഞാനൊരാൾ മനസ്സ് വെച്ചാൽ ഇത്രയും സാധിക്കും. അത് എൻ്റെ ഒരു പരിമിതമായത്. ഇതുപോലെ ആൾക്കാർ പങ്കുവെക്കാൻ തയ്യാറാണെങ്കിൽ ഈ എണ്ണം ഒന്നും ഒരു പ്രശ്നമല്ല. നമ്മുടെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ പങ്കുവെക്കുന്നില്ല. ഇന്ന് ലോകത്തിലെ ഇന്ത്യയുടെ തന്നെ 92% സമ്പത്ത്, ഇന്ത്യയുടെ സമ്പത്ത് കൈകാര്യം ചെയ്ത 12% പേരാണ്. അപ്പോൾ ഈ ദൈവരാജ്യം എന്നൊരു കൺസെപ്റ്റ് ഇല്ലാത്തത് കൊണ്ടാണ് ഈ പ്രശ്നമുണ്ട്. അല്ലാതെ മക്കളെ ഉണ്ടാകുന്നതുകൊണ്ടല്ല. നമ്മൾ കരുതി വെക്കുക, നമ്മൾ കൂട്ടി വെക്കുക, നമ്മൾ തലമുറകൾക്ക് കരുതി വെക്കുകയാണ്. അത് കരുതി വെക്കുന്നതുകൊണ്ട് നമുക്ക് വലിയ നഷ്ടങ്ങളുണ്ടാകുന്നു. നമുക്ക് ദൈവിക ജീവൻ നമ്മൾ നഷ്ടപ്പെടുന്നു. ദൈവത്തിൻ്റെ പദ്ധതികൾ നമുക്ക് നടക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് മക്കളുണ്ടാകുന്ന പ്രശ്നമല്ല, നമ്മൾ പങ്കുവെക്കാതെ നമ്മുടെ സ്വാർത്ഥത. ഈ പങ്കുവെക്കൽ നടന്നാൽ ഈ പറഞ്ഞ പോലെ കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കും. പക്ഷെ അതിനുവേണ്ടി പ്രാക്ടിക്കലായിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് എന്ന് ബ്രദറിനൊന്ന് പറയാൻ പറ്റുമോ? അല്ല, നമ്മളാൽ പറ്റാവുന്ന രീതിയിൽ, ഇപ്പം ഞാൻ ഒരു സിമ്പിൾ എക്സാമ്പിളായിരുന്നു. തമ്പുരാൻ നമ്മളോട് പറഞ്ഞു, നിങ്ങൾ ഈ ഭൂമിയിലേക്കൊന്നും കരുതി വെക്കേണ്ട കാര്യമില്ല. ആൾക്കാർ ആദ്യം ചോദിക്കുന്ന ചോദ്യം, നമ്മളൊക്കെ നമ്മുടെ ഒരു പ്രാർത്ഥന തന്നെ നമ്മൾ മാറ്റണമെന്ന് ഞാൻ പറയും. നമ്മൾ ദൈവത്തോട് അത് തരണമേ, ഇത് തരണമേ, ഞങ്ങൾക്ക് അതില്ല ഇതില്ല എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ തമ്പുരാൻ ഒരു കാര്യം പറയാം, സ്വപുത്രനെ പോലും മാറ്റി വെക്കാതെ നമുക്ക് നൽകിയവനാണ് ദൈവം. റോമ 8:32 പറയുന്നത്, സ്വന്തം പുത്രനെ പോലും നമുക്ക് നൽകിയവൻ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും നിഷേധിക്കുമെന്ന് ചോദിക്കുന്നു. അത് ഇനി ദൈവം എന്താണ് നമുക്ക് തരേണ്ടത്? തമ്പുരാൻ എല്ലാം നൽകിക്കഴിഞ്ഞു. ഇനി തമ്പുരാൻ പറയാം, നിങ്ങളിതൊന്ന് വിശ്വസിച്ച് ഒന്ന് ജീവിച്ചേ. നിങ്ങളിതിനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾക്ക് ആവശ്യത്തിലുള്ളതെല്ലാം ഇവിടെ ഉണ്ട്. ഈ ഭൂമിയിലെല്ലാം ഒരുക്കി വെച്ചിട്ടാണ് ദൈവം ഓരോ കുഞ്ഞിന് ജന്മം നൽകുന്നത്. ഇക്കണ്ട ധ്യാനങ്ങളും വചനപ്രഘോഷണങ്ങളും എല്ലാം നടന്നു. ഒരുപക്ഷെ കേരളത്തിലായിരിക്കാം ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ വചനപ്രഘോഷണങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ തന്നെ അത് നടത്തിയിട്ടുണ്ട്. പക്ഷേ അതിന് ആനുപാതികമായിട്ടുള്ള മാറ്റങ്ങളൊന്നും ഇല്ല, നമ്മുടെ സമൂഹത്തിൽ കാണുന്നില്ല. അത് വളരെ വേദനിക്കുന്നൊരു സംഭവമാണ്. കാരണം ഞാനിപ്പോഴും പറയും, നമ്മളിപ്പോഴും ശരിയായ സുവിശേഷം പറയണില്ല. നമ്മളും അറിഞ്ഞോ അറിയാതെയോ ഈ ഒരു പ്രോസ്പെറിറ്റി ഗോസ്പൽ എന്ന് പറയും, അതായത് മനുഷ്യൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്ന ഒരു ദൈവം. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഇത്രയും പ്രാർത്ഥിക്കുക, നിങ്ങൾ അത് ചെയ്യുക, ഇത് ചെയ്യുക. അപ്പം മനുഷ്യരിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിലൊരു മനുഷ്യർ എന്തൊക്കെയോ നേടാൻ വേണ്ടിയിട്ട് വേറെ വഴിക്ക് ഓടുന്നു. നമ്മൾ ഈ ആത്മീയ മനുഷ്യർ ഇത് കിട്ടുന്നില്ല, ഇവിടെ കിട്ടുന്നില്ല, അതുകൊണ്ട് നമ്മൾ ദൈവത്തിന് കിട്ടാൻ വേണ്ടി കുറേ കൊടുക്കുന്നു. ഇതാണ് ഏറ്റവും വലിയ മണ്ടത്തരം. വാസ്തവത്തിൽ ദൈവത്തോട് ചേർന്ന് നടന്നാൽ ഈ പറഞ്ഞ പ്രോസ്പെറിറ്റി എല്ലാം ദൈവം നമുക്ക് അനുവദിച്ചിട്ടുള്ളതാണ്. കാരണം ഇത് നമ്മൾ മനസ്സിലാകും, ക്രിസ്തുവിൽ നമുക്ക് ദൈവം മക്കളാകാനുള്ള അധികാരമാണ്. അപ്പോൾ ഈ ലോകത്തുള്ള മുഴുവൻ നമ്മുടെയാണ്, ഇത് ലോകം മുഴുവൻ നമ്മുടെ, എൻ്റെ അപ്പൻ്റെയാണ്. അപ്പം ഇത് നമുക്കെല്ലാം ഉണ്ടാകും. ഇത് ഉണ്ടാകണമെങ്കിൽ എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് പങ്കുവെക്കാൻ തയ്യാറാവണം. കാരണം അവിടെയാണ് അതിൻ്റെ വിശ്വാസം എന്ന് പറയുന്നത്. ഇതെല്ലാം എനിക്ക് സ്വന്തമായിട്ടൊന്നുമില്ല, കാരണം എല്ലാം ദൈവത്തിൻ്റെയാണ്. ഇതെല്ലാം എൻ്റെ സഹോദരങ്ങളുടെയാണ്. ഇതാണ് ദൈവത്തിൻ്റെ കാഴ്ചപ്പാട്. അതുകൊണ്ട് ഈശോ ഭൂമിയിൽ വന്നിട്ട് ഈശോയ്ക്ക് സ്വന്തമായിട്ടൊന്നും ആവശ്യമില്ല. കാരണം എൻ്റെ അപ്പൻ, ഇതെല്ലാം എൻ്റെ സഹജീവികൾ, എൻ്റെ സഹോദരന്മാരാണ്. അതുകൊണ്ട് ഇതെല്ലാം ഭൂമിയിലുള്ളതെല്ലാം യേശുവിൻ്റെ തരം. അപ്പോൾ യേശുവിന് ഏത് വീട്ടിൽ ചെന്നാലും അവിടെ ഭക്ഷണമുണ്ട്, കാര്യങ്ങൾ. കാരണം അങ്ങനെയാണ് യേശു ജീവിച്ചിരുന്നത്.
അപ്പോൾ ഇന്ന് നമ്മൾ ഇതാണ് ക്രൈസ്തവ വിശ്വാസം. അതുകൊണ്ടാണ് ഇന്ന് ക്രിസ്ത്യാനിയും ഒരു ഹൈന്ദവനും മുസ്ലിം തമ്മിൽ വ്യത്യാസമില്ല. എല്ലാം കരഞ്ഞുകൊണ്ടിരിക്കുന്നു, എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, എല്ലാവരും കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി നേർച്ചകൾ നേടിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ധ്യാനത്തിന് പോകുന്നു. അതെ, പോകുന്നു. അത്രേ ഉള്ളൂ. ഒരു കണക്കിന് ഞാൻ പറയും ധ്യാനമന്ദിരങ്ങൾ അടച്ചിട്ട് നന്നായി എന്ന് പറയും. കാരണം ഇപ്പോഴത്തെ ഒരു ആധ്യാത്മികത വലിയ ആപത്തിലേക്ക് ചെന്നെത്തിക്കും. കാരണം ക്രിസ്തീയതയെ തന്നെ നശിപ്പിച്ചു കളയുന്നൊരു ആധ്യാത്മികത. കാരണം നമ്മൾ ദൈവം പറയുന്ന ഘടക വിപരീതമായിട്ടാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾക്കിവിടെ ക്രിസ്തുവിൽ ഈ പ്രപഞ്ച ലോകം മുഴുവൻ നമ്മുടെയാണ്. എല്ലാവരും നമ്മുടെ സഹോദരന്മാരാണ്. ഈ കൺസെപ്റ്റിലേക്ക് നമ്മൾ വളരണം. അപ്പോൾ എനിക്കുള്ളത് സഹോദരനെ കൂടിയിട്ടാണ്, സഹോദരനുള്ളത് എൻ്റെയും കൂടിയിട്ടാണ്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ എനിക്കുള്ളത് ഞാൻ പങ്കുവെച്ച് തുടങ്ങണം. അല്ല, ഈ പങ്കുവെക്കലിൻ്റെ സുവിശേഷമൊക്കെ പ്രഘോഷിക്കാറുണ്ട് പലപ്പോഴും. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇപ്പം ബ്രദറിൻ്റെ കുടുംബത്തിൽ അല്ലെ നിങ്ങളുടെ കൂട്ടായ്മയിൽ അത് സാധ്യമായിട്ടുണ്ട്. പക്ഷേ നമ്മുടെ പൊതുസമൂഹത്തിലേക്ക് നോക്കിയാൽ, ഇപ്പം നമ്മുടെ ഇടവകളിലേക്ക് അല്ലെ നമ്മുടെ രൂപതകളിലേക്കൊക്കെ നോക്കിയാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഈ ഒരു വിപുലമായ അർത്ഥത്തിൽ ഇല്ല, ഒന്നും സംഭവിച്ചു കാണുന്നില്ല. എത്രയോ പേര് വലിയ കഷ്ടതകളിലും പ്രയാസങ്ങളിലും നമ്മുടെ ക്രൈസ്തവ സഹോദരങ്ങൾ തന്നെ ഇപ്പോഴും കഴിഞ്ഞുകൂടി പോകുന്നു. അങ്ങനെയുള്ള കുടുംബങ്ങളിൽ ഈ പറഞ്ഞ പോലെ ഈ ആഹ്വാനം സ്വീകരിച്ച് കൂടുതൽ മക്കളായി കഴിയുമ്പോൾ അവർ വലിയ കഷ്ടപ്പാട് അനുഭവിക്കും. ഇത് ഞാൻ പറഞ്ഞ വെച്ചാൽ ഇത് ഒരു സാമൂഹിക തലം, മാനുഷിക തലമാണ്. പക്ഷേ ഇതിൻ്റെ അപ്പുറത്തൊരു ദൈവമുണ്ട്. നമ്മൾ ദൈവത്തിലാണ് വിശ്വസിക്കേണ്ടത്. അല്ല നമ്മളിപ്പം നാട്ടുകാരും വീട്ടുകാരും വിശ്വസിക്കേണ്ട കാര്യമില്ല. നീ ജീവനെക്കുറിച്ചോ എന്ത് ഭക്ഷിക്കുന്നു, ജീവനെക്കുറിച്ചോ എന്ത് ധരിക്കുന്നു, ശരീരത്തെക്കുറിച്ചോ നിങ്ങൾ ആകുലപ്പെടണ്ട. ആരാ പറയണത്? ഈ ലോകത്തെ ഗവൺമെൻറ് അല്ല പറയുന്നത്, നമ്മുടെ അപ്പനമ്മയല്ലേ, നമ്മുടെ സൃഷ്ടാവായ ദൈവം പറയണതാണ്. കാരണം ഞാൻ നിനക്ക് വേണ്ടത് തന്നിരിക്കും. അത് ദൈവത്തിൻ്റെ ഉറപ്പാണ്. ഈ ദൈവത്തിൽ വിശ്വസിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങേണ്ടത്. പക്ഷേ അതിൻ്റെ ബാക്കി തലമാണ്, പ്രാവർത്തിക തലമാണ് ഈ പറഞ്ഞ പോലെ നമ്മുടെ സപ്പോർട്ട് ഉണ്ടാകുന്നത്. പക്ഷേ സപ്പോർട്ട് കിട്ടിയിട്ടൊന്നുമല്ല നമ്മൾ ജീവിക്കും. ഞാൻ നേരത്തെ എൻ്റെ ബിസിനസ്സിൻ്റെ കാര്യം, ജോലി സ്ഥലത്തെ കാര്യം പറഞ്ഞു. ഒരു മനുഷ്യനെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നില്ല, ഒരു ബാങ്ക് സപ്പോർട്ട് ചെയ്യുന്നില്ല, ആരും തരുന്നില്ല. ആവശ്യമില്ല, ദൈവം ഇറങ്ങി തന്നിരിക്കും, ദൈവം പ്രവർത്തിച്ചിരിക്കും. അതുപോലെ ഞാനിന്ന് എൻ്റെ കുടുംബത്തിൽ എൻ്റെ വീട്ടുകാരും നാട്ടുകാരൊന്നും സപ്പോർട്ട് ചെയ്തിട്ടില്ല ഞാനും ജീവിക്കുന്നത്. ഞാൻ എൻ്റെ സ്വന്തമായ അധ്വാനവും എൻ്റെ വിശ്വാസത്തിലാണ് ജീവിക്കുക. അപ്പോൾ എൻ്റെ വിശ്വാസം അനുസരിച്ച് എനിക്ക് വേണ്ട കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യപ്പെടുകയാണ്. മനസ്സിലായി? നമുക്ക് വേണ്ടതൊക്കെ കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കും. അത് ദൈവം വിശ്വസ്തൻ എന്നാണ് ദൈവത്തെക്കുറിച്ച് പറയുന്നത്. വിശ്വസ്തൻ എന്ന് പറഞ്ഞാൽ പറയുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കുന്നതിൻ്റെ പേരാണ് വിശ്വസ്തൻ. ദൈവത്തിൻ്റെ സ്വഭാവമാണ് വിശ്വസ്തനാണ്. അവൻ പറഞ്ഞാൽ ചെയ്തിരിക്കും. പക്ഷെ അത് വിശ്വസിച്ച് നമ്മൾ പ്രവർത്തിച്ചു തുടങ്ങണം. ഈ വിശ്വാസത്തിൻ്റെ പ്രവൃത്തി മണ്ഡലമാണ്. അപ്പോൾ എന്ന് വെച്ചാൽ ദൈവം എനിക്ക് വേണ്ടത് തരുമെന്ന് പറയുന്നത്. ഞാൻ ഇന്ന് എൻ്റെ കയ്യിൽ കുറച്ച് പണം ഉണ്ടായിരിക്കുക, സഹോദരൻ ആവശ്യം വരുമ്പോൾ ഞാൻ ഇത് കൊടുക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. കാരണം എനിക്ക് വേണ്ട ദൈവം തരും. ഈ വിശ്വാസമുള്ള ഞാൻ കൂട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കില്ല, ഞാൻ എൻ്റെ സഹജീവികൾക്ക് ഇത് കൊടുത്തുകൊണ്ടിരിക്കും. ഈ വിശ്വാസത്തിൻ്റെ ഒരു കുറവാണ് ആക്ച്വലി നമ്മളിങ്ങനെ സ്വരുക്കൂട്ടി വെച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അടിസ്ഥാനപരമായ പ്രശ്നം നമ്മളിന്നും വിശ്വാസത്തിലേക്ക് വന്നിട്ടില്ലെന്നുള്ളതാണ്. എൻ്റെ കണക്കനുസരിച്ച് 2% പേരെ ഇന്ന് ലോകത്തിൽ ശരിക്കും വിശ്വാസി ക്രിസ്ത്യാനികളുള്ളൂ. ബാക്കിയൊക്കെ ഇങ്ങനെ എല്ലാ മതങ്ങളിലും ഉള്ള ആൾക്കാരെ പോലെ തന്നെ ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും കിട്ടുന്നത് കൊണ്ട് സംതൃപ്തി അടഞ്ഞ് അങ്ങനെ കിട്ടാൻ വേണ്ടി നമ്മൾ കിടന്ന് കഷ്ടപ്പെടുകയാണ്. എന്തൊരു വലിയ ട്രാജഡിയാണെന്നറിയാം. ക്രിസ്ത്യാനി ഇങ്ങനെ നിലവിളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദൈവത്തെ അറിയാത്ത വിജാതീയരാണ് ഇതൊക്കെ കരയേണ്ട ആൾക്കാർ. നിങ്ങളിങ്ങനെ കരയേണ്ട ആവശ്യം എന്താ? നിങ്ങൾക്ക് സ്വന്തം. അതുകൊണ്ട് തന്നെയാണല്ലോ ഈശോ ഇങ്ങനെ പറഞ്ഞത്, വിജാതീയരാണ് ഇതെല്ലാം അന്വേഷിക്കണം. അതെ, ദൈവത്തെ അറിയാം. നമ്മൾ ഈ ദൈവത്തെ അറിഞ്ഞ് നമ്മളിങ്ങനെ കരയേണ്ടത് എന്താ അർത്ഥമായിരിക്കുന്നത്? എൻ്റെ മക്കളെ, എൻ്റെ പുത്രനെ വരെ തന്നു കഴിഞ്ഞ് ഇനി എന്താ നിങ്ങൾക്ക് വേണ്ടത്? നിങ്ങളിതൊന്ന് വിശ്വസിച്ചൊന്ന് ജീവിച്ചേ. ആ വിശ്വാസ ജീവിതം ഇല്ലാത്തതിൻ്റെ ഒരു കുറവാണ് നമ്മൾ കരഞ്ഞും വിലപിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇത് മാറണം. ഇതാണ് ഒരു പുതിയ സുവിശേഷം നമ്മൾ ഇനി കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നത് ഒരു റീവാഞ്ചലൈസേഷൻ ഇനി സഭയിൽ അത്യാവശ്യമാണ്. കാരണം നമ്മൾ അറിയാതെ, ഞാൻ പറയും, നമ്മൾക്കൊരു ചെറിയ പറ്റുപറ്റി നമ്മൾ ഈ പെന്തക്കോസ്റ്റൽ ടീച്ചിങ്സിൻ്റെ പുറകെ വലിയൊരു ധ്യാന മന്ദിരങ്ങൾ പോയി. കാരണം അവിടെ ജനങ്ങൾ കൂടുന്നുണ്ടപ്പം നമ്മൾക്കും ഒരു താല്പര്യമായി ഈ അത്ഭുതങ്ങൾ എന്തെങ്കിലും കിട്ടുന്ന വഴി ആൾക്കാർ കൂടുന്നപ്പം നമ്മൾ അതിൻ്റെ പുറകെ. ആക്ച്വലി കാത്തലിക് സ്പിരിച്വാലിറ്റി അങ്ങനെയല്ല. അപ്പം ഇന്ന് നമ്മുടെ സഭയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പല ആശ്രമങ്ങളും, വിശുദ്ധന്മാരുടെയൊക്കെ ആശ്രമങ്ങൾ അവർക്കെന്തെങ്കിലും കുറവുണ്ടോ? മദർ തെരേസയ്ക്ക്, മിഷണറീസ് ഓഫ് ചാരിറ്റിക്ക് എന്തെങ്കിലും കുറവുണ്ടോ? ഇല്ല. അവരെന്തെങ്കിലും പുറകെ നടക്കാറുണ്ട്. ഏതെങ്കിലും കോൺഗ്രിഗേഷൻ എന്തെങ്കിലും കുറവുണ്ടോ? ഇല്ല. അവിടെ എവിടെയെങ്കിലും നമ്മൾ ജാഗരണ പ്രാർത്ഥന, ഈ വർഷത്തെ ബഡ്ജറ്റ് പാസ്സാകാൻ വേണ്ടിയിട്ട് അല്ല നടക്കാൻ വേണ്ടിയിട്ട് അവരെന്തെങ്കിലും പ്രാർത്ഥിക്കുക നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. കാരണം അവർ ദൈവരാജ്യം അന്വേഷിച്ചോളൂ. ഇവർക്ക് എന്തെങ്കിലും കുറവുണ്ടോ? ഇല്ല. പക്ഷേ
ഇവിടെ ഒരു ചെറിയ പ്രശ്നം ഞാൻ പറയും, ഇവരും കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് പങ്കുവെക്കണം, ഇല്ലെങ്കിൽ അത് ദൈവം എടുത്തുകൊണ്ട് പോകും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു ഈ പങ്കുവയ്ക്കൽ കാര്യമായിട്ട് നടക്കുന്നില്ല, എല്ലാവരും സ്വകാര്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് അടിസ്ഥാന പ്രശ്നം. അടിസ്ഥാന, അല്ലാതെ മക്കളുടെ പ്രശ്നമല്ല. അതാണ്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ദൈവത്തെ പരിമിതപ്പെടുത്തരുതെന്ന് ഞാൻ പറയും. അപ്പം എൻ്റെ ഭാര്യയെ ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ കൂടെ ചേർന്ന് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഇപ്പോൾ ആൾക്കാർ ചോദിക്കും വക്കീലല്ലേ ഇങ്ങനെ പണിയെടുക്കാണ്ട് പ്രസവ പണിയായിട്ട് നടക്കുന്ന കളിയാക്കലുകളുണ്ട്. ഇന്ന് കളിയാക്കലുണ്ട്. കാരണം നമ്മൾ ലോകത്തിന് വിരുദ്ധമായിട്ട് ജീവിക്കുകയല്ല. നമ്മുടെ ദൈവരാജ്യത്തിൻ്റെ പ്രിൻസിപ്പിൾ ലോകരാജ്യത്തിൻ്റെ പ്രിൻസിപ്പിളിന് ഘടകവിരുദ്ധമാണ്. അല്ലാതെ ഒരു ഇച്ചിരി അഡ്ജസ്റ്റ് അല്ല, നേരെ വിപരീതമാണ്. അപ്പോൾ അതുകൊണ്ട് കിഴക്കും പടിഞ്ഞാറും പോലുള്ള അന്തരമാണ്. അപ്പോൾ അത് നമ്മൾ അതനുസരിച്ച് ജീവിക്കുമ്പോൾ നമ്മൾ ലോകത്തിൽ പരിഹസിക്കപ്പെടും, അവഹേളിക്കപ്പെടും, നിന്ദിക്കപ്പെടും. അത് ദൈവം തമ്പുരാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇന്ന് ഞാൻ പറയും, എൻ്റെ ഭാര്യ എന്നെപ്പോലെ തന്നെ ലോകത്തെ അനുഗ്രഹിക്കപ്പെട്ട സ്ത്രീകളുടെ ഒരു വ്യക്തിയാണ്. സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടുള്ള ഒന്നാണ്. കാരണം നമ്മുടെ ജീവിതം ധന്യമാകുന്നത് നമ്മൾ ഈ ദൈവം പറയുന്ന പോലെ അഴുകിയില്ലാതാകുമ്പോഴാണ്. അപ്പം നമുക്ക് തോന്നും അഴുകിയില്ലാതാകുമ്പോൾ ഒരു സ്വയം ജീവിതം നിഷേധിക്കുകയല്ലേ, അല്ല, നമ്മുടെ ജീവിത സാക്ഷാത്കാരം നേടുകയാണ്, ആത്മസാക്ഷാത്കാരം. അങ്ങനെയാണ് നീ ദൈവത്വത്തിൽ വളരും. നീ ദൈവത്വത്തിൽ വളരുന്നതനുസരിച്ച് നീ ലോകത്തിനൊരു അനുഗ്രഹമായി മാറും. നിനക്ക് മാത്രമല്ല, തലമുറകൾക്ക് നമ്മൾ അനുഗ്രഹമാണ്. നമ്മുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുകയാണ്. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു സമ്പന്നൻ എടുത്താൽ തന്നെ നിങ്ങൾക്കറിയാം ആരാ, ഞാൻ പേര് പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ മക്കളിൽ ഒരാൾ പാപ്പർ സൂട്ടടിച്ചു, 2 പേരിൽ ഒരു മകൻ പാപ്പരാണ്. മനസ്സിലായി? അത് ഒരു തലമുറ നിൽക്കുന്നില്ല. മനസ്സിലായി? അതേസമയം അബ്രാഹത്തിന് കൊടുത്ത അനുഗ്രഹമാണ് ഇന്ന് നമ്മൾ ക്രിസ്തു അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പം നമ്മൾക്ക് കിട്ടുന്ന ദൈവാനുഗ്രഹം എന്ന് പറഞ്ഞാൽ തലമുറകൾക്കുള്ളത്. അത് കിട്ടണമെങ്കിൽ നമ്മൾ ഈ ലോക തത്വത്തിൽ നിന്ന് മാറി നൽകാനും നഷ്ടപ്പെടുത്താനും അഴുകാനും തയ്യാറാണ്. ചുരുക്കി പറഞ്ഞാൽ ദൈവരാജ്യത്തിൻ്റെ തത്വം അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്ലൈ ചെയ്താൽ ഒന്നിനും കുറവില്ല, സമൃദ്ധിയായിട്ട് ദൈവം തരും. അപ്പോൾ അതാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. പക്ഷേ ഇന്നും നമ്മൾ അത് പറയാൻ ഇന്നും നമ്മുടെ വചനപ്രഘോഷകർക്ക് ധൈര്യമില്ലെന്ന് ഞാൻ പറയും. ധൈര്യമില്ല എന്ന് മാത്രമല്ല, അവർക്ക് തന്നെ അതിനെക്കുറിച്ചൊരു ബോധ്യമില്ലെന്ന് തോന്നുന്നു. ബോധ്യത്തെ പോരെ മാത്രമല്ല, ഇത് നമുക്കറിയാണ്ടൊരു കോമ്പറ്റീഷൻ നമ്മളിൽ വന്നുപോയി. അവിടെ എത്ര പേര് വരുന്നുണ്ട്. ഇപ്പം നമ്മൾ യൂട്യൂബിലാണെങ്കിലും എത്ര പേരുണ്ട് നമ്മുടെ ചാനലിൽ. നമ്മൾ ഈ എണ്ണം കൂട്ടാനായിട്ട് എങ്ങനെയോ നമ്മളൊരു പരിഭ്രമം കയറി വരാം. അതുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഈ ജനത്തിന് താല്പര്യമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വലിയൊരു സമൂഹത്തെ നമ്മൾ ഈ തവിടും പിണ്ണാക്കും കൊടുത്ത്, ഞാൻ ഈ ധൂർത്തപുത്രൻ പന്നിക്കുഴി പോയി തവിട് എന്ന കാര്യം പറയും. ഇന്നും നമ്മൾ ശരിക്കും നമ്മുടെ മക്കളെ, സഭാ മക്കളെ തവിട് തീറ്റിപ്പിക്കുകയാണ്. ഇവിടെ കൊഴുത്ത കാളക്കുട്ടിയെ കൊന്ന് വിരുന്നൊരിക്കൊരു അപ്പൻ, ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായതൊരിക്കൽ അപ്പൻ കാത്തിരിക്കുമ്പോൾ നമ്മളിങ്ങനെ തവിട് തപ്പി നടക്കുന്ന മക്കളെ അവിടെ ഇച്ചിരി പിണ്ണാക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ അന്നത്തെ ഈ സാധനം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഏറ്റവും വലിയ ട്രാജഡി. എത്ര വലിയൊരു ദുരന്തമാണതല്ലേ? വലിയ ദുരന്തം. അതുകൊണ്ട് എന്ത് പറ്റുമെന്ന് വെച്ചാൽ, നമ്മളെ കണ്ടിട്ട് ഏതെങ്കിലും മതത്തിലുള്ള ആരെങ്കിലും നമ്മുടെ മതത്തിൽ വരുമോ? കാര്യമായ വ്യതിയാനങ്ങളൊന്നും കാണുന്നില്ല. വ്യതിയാനം തന്നെയല്ല, നമ്മൾ പ്രാർത്ഥിക്കുന്നത്ര ലോകത്താരെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടോ? എന്നിട്ടും അവരിൽ നിന്ന് ഒട്ടും വ്യത്യാസമില്ല. നമ്മൾക്ക് ധ്യാനങ്ങൾ, നമുക്ക് ഏകദിന കൺവെൻഷനുകൾ, നമുക്ക് ജാഗരണ പ്രാർത്ഥനകൾ, ജപമാല, നൊവേനകൾ, എന്തെല്ലാം പരിപാടി. ചിലപ്പോൾ ഞാൻ നമ്മുടെ കമ്മിറ്റിമാരെ കണ്ട് സങ്കടം തോന്നും. അവർ ഈ പ്രാർത്ഥിച്ച് മടുക്കുകയാണ്. ഇതിൻ്റെ ഒരു 10 അംശം പോലും മറ്റു മതത്തിലുള്ളവർ പ്രാർത്ഥിക്കുക. അപ്പോൾ മുസ്ലിങ്ങളെ സംബന്ധിച്ച് 5 നേരം നിസ്കരിക്കണം, അവരെ പരിപാടി കഴിഞ്ഞു. ഹിന്ദുക്കൾ രാവിലെ ഭഗവാനെ വിളിച്ചൊരു കാര്യം അവർ നമ്മളിങ്ങനെ ധ്യാനമന്ദിരങ്ങളെ നൊവേന പുസ്തകങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ്, ചുമന്ന്. പണ്ട് ഈശോ പറഞ്ഞാൽ അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും. പണ്ട് ഈശോ വന്നപ്പോഴും യഹൂദൻ 613 നിയമങ്ങൾ വെച്ച് ഭാര്യപ്പെടുത്തിക്കൊണ്ടിരുന്ന സമൂഹം, ഇന്ന് നമ്മളും ഈ ജനത്തിനെ കുറേ പ്രാർത്ഥനയും ചെല്ലിപ്പിച്ച് കുറേ ധ്യാനമന്ദിരങ്ങളിലേക്ക് ഓടിപ്പിച്ച് നിങ്ങളത് ചെയ്യ്, ഇത് ചെയ്ത് നിങ്ങൾ കാര്യം നടക്കണം. കാര്യം നടന്നു. അതിന് പെണ്ണത്തെ അടുത്ത പ്രശ്നം വന്നല്ലോ. അപ്പോൾ അടുത്ത പ്രശ്നത്തിന് വീണ്ടും ഒരു പ്രശ്നം കഴിയുമ്പോൾ അടുത്ത പ്രശ്നത്തോടെ പ്രശ്നം തീരുന്നില്ല. അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ച് നടക്കുന്ന ആൾക്കാരെ കണ്ടിട്ട് മറ്റുള്ള മതത്തിലുള്ളവരും ഇവർ പറയും, കഷ്ടം ക്രിസ്ത്യാനി, ഇവൻ്റെ കൂടെ നടന്ന നമ്മുടെ കാര്യം അതോ ഗതി. നമ്മൾ ലോകത്തിൽ പറന്ന് നടക്കേണ്ടവർ. കാരണം നമുക്ക് ഈ ലോകം മുഴുവൻ നമ്മുടെയാണ്. ഈ ലോകത്തിൻ്റെ സൃഷ്ടാവായ ദൈവം എൻ്റെ അപ്പനാണ്, ഞാൻ ആ ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മകനാണ്. ഈ അവബോധത്തിൽ ജീവിക്കേണ്ട നമ്മൾ ഇന്ന് ബൈബിൾ പറയുന്ന വാക്യം വളരെ പ്രധാനമായിട്ടാണ്. പന്നിക്കുഴി കിടക്കുന്ന മകൻ പറയുന്നത്, എൻ്റെ വീട്ടിലെ അപ്പൻ്റെ വേലക്കാർ പോലും എന്നേക്കാൾ സമൃദ്ധമായിട്ട് ജീവിക്കുന്നു.
വാസ്തവത്തിൽ ഈ അപ്പൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്ന മൂത്ത മകനും ഇതൊന്നും അനുഭവിക്കാൻ പറ്റില്ല. അവനോടൊപ്പം പറയുന്നൊരു വാക്യമുണ്ടല്ലോ, മകനെ നീ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടല്ലോ, എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതാണല്ലോ എന്ന് പറഞ്ഞത്. പക്ഷെ ഇത് എല്ലാം അനുഭവിക്കാൻ അവന് സാധ്യത ഉണ്ടായിരുന്നിട്ട് പോലും അവൻ അനുഭവിക്കാൻ പറ്റും. അതവൻ്റെ മനോഭാവത്തിൻ്റെ കുഴപ്പമാണ്. ഈ കാരണം ഈ വിശാലതയില്ല. ഈ നൽകുക എന്നുള്ള ആ സ്നേഹം, കരുണയുടെ സ്നേഹത്തിൻ്റെ ഭാഗമായിട്ടുള്ള നമ്മൾ നൽകുന്നത്. നമ്മളെ സ്നേഹിക്കുമ്പോൾ ത്യാഗമുണ്ട്. അപ്പോൾ ആ ത്യാഗത്തിൻ്റെ ഫലമായിട്ട് നൽകാൻ മൂത്തവൻ തയ്യാറല്ല. അതുകൊണ്ടാണ് അവനിത് അനുഭവിക്കാൻ പറ്റുക. അപ്പോൾ അവൻ്റെ മനോഭാവം ലോകത്തിൻ്റെ മനോഭാവമായതുകൊണ്ട് ഇവിടെ ആയിരുന്നിട്ടും അവന് കിട്ടിയില്ല. അതേസമയം അനിയൻ മനോഭാവം മാറ്റിയത് കൊണ്ട് അവന് നഷ്ടപ്പെട്ടതിനേക്കാൾ കൂടുതൽ കിട്ടിയെന്നുള്ളതാണ്. ശരിക്കും ബ്രദറിൻ്റെ ലൈഫ് ലോകത്തിൻ്റെ കാഴ്ചപ്പാടിൽ നിന്ന് എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലാണ്. അപ്പോൾ അങ്ങനെ ഒരു ജീവിത രീതി പിന്തുടരുമ്പോൾ ശരിക്കും ലോകത്തിൻ്റെ മുമ്പിൽ പക്ക പോഷനായിട്ട് മാറുകയാണ് അല്ലേ? അതെ. ലോകം കളിയാക്കിയിട്ടുണ്ടോ? കളിയാക്കിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ പരിഹസിച്ചിട്ടുള്ള സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? പിന്നെ നമ്മുടെ സ്വന്തം വീട്ടിൽ പോലും ഇപ്പം ഞാൻ എൻ്റെ മക്കളെ ആരെയും ഞാൻ എഞ്ചിനീയറും ഡോക്ടറും ആക്കാനായിട്ട് പോകില്ല. അവർക്കെല്ലാം ഒരു ദൈവ നിയോഗമുണ്ട്. അവരെ കഴിവുകളും സിദ്ധികളും വളർത്തുക. ഇപ്പം മൂത്ത കുട്ടി 22-ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചു. അവൾക്കിപ്പോൾ 2 കുട്ടികളായി. അപ്പോൾ ആൾക്കാർ ചോദിക്കും, അയ്യോ നീ നിൻ്റെ ലൈഫ് വേസ്റ്റാക്കിയില്ലെന്ന് വിചാരിക്കും. ഇല്ല, എന്താ നിനക്ക് ഇത് വേസ്റ്റല്ല. അതുകൊണ്ട് അതിൻ്റെ കൂടെ ഞാൻ നേരത്തെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മൾ ഈ ജോലി എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. എന്തൊക്കെയോ നേടുന്നത് വഴിയാണ്, ജോലി ചെയ്യുന്ന വഴി നമുക്ക് നേടുന്ന വഴി. അങ്ങനെയല്ല. ഇപ്പം എൻ്റെ വൈഫ്, ഞാൻ പറയും, ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു സ്ത്രീയാണ്. കാരണം 14 പ്രസവം കഴിഞ്ഞു. അതിൻ്റെ കൂടെ എൻ്റെ കൂടെ മിനിസ്ട്രിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് റോള് നടത്തുന്നു. ഒപ്പം അവൾ നല്ലൊരു മരുമകളാണ്, ഒരു നല്ല മകളാണ്, നല്ലൊരു സഹജീവികൾക്ക് അനേകർക്ക് താങ്ങുന്നതായിട്ടൊരു വ്യക്തിത്വമുണ്ട്, സാമൂഹികമായ വ്യക്തിത്വമുണ്ട്. ഇതെല്ലാം സാധ്യമാണ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പരിമിതപ്പെടുത്തരുത്. അപ്പോൾ അവളുടെ കഴിവ് വക്കീലല്ല. ഞാനവളോട് പറയുന്നത്, എനിക്ക് കഴിവ് വക്കീല. അപ്പൻ വക്കീലായതുകൊണ്ട് വക്കീൽ പണിക്ക് പോയെന്നുള്ളൂ. അവൾക്ക് സ്വതസിദ്ധമായ കഴിവ് വേറെയുണ്ട്. അത് ആൾക്കാരായിട്ട് കണക്ട് ചെയ്യുവാനും ആൾക്കാരെ ഡെവലപ്പ് ചെയ്യാനൊക്കെയുള്ള കപ്പാസിറ്റി ഉള്ളൊരു വ്യക്തിയാണ്. അത്ഭുതകരമായ കഴിവുണ്ട്. അപ്പോൾ അത് എടുക്കുമ്പോഴത്തേക്കാ അവൾ ഒത്തിരി വളരെയധികം ഫ്രൂട്ട്ഫുള്ളാണ്, എഫക്റ്റീവാണ്. ഇതേപോലെ തന്നെയാണ് എൻ്റെ മകളെക്കുറിച്ച് ഞാൻ പറയുന്നുണ്ട്. അവളൊരു 60 പിള്ളേരെ അവൾ മ്യൂസിക് പഠിച്ചിടുക. 60 പിള്ളേരെ മ്യൂസിക് എടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ 2 കുട്ടികൾക്ക് അമ്മയാണ്. അതിൻ്റെ കൂടെ അവരിപ്പോൾ ഒരു ഫാക്ടറി തുടങ്ങിയ ഒരു ഫുഡ് പ്രോസസ്സിങ്ങിന് അതിൻ്റെ ഒരു മേജർ റോള് ഒരു മാനേജിങ് ഡയറക്ടറായിട്ട് അവൾ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം സാധ്യമാണ്, ഇതെല്ലാം നടന്നോളും. പക്ഷെ നമ്മൾ വിചാരിക്കുകയാണ് എന്നെക്കൊണ്ട് ഇത്രേ പറ്റുള്ളൂ. എൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ എനിക്ക് 1 കുട്ടിയോ 2 കുട്ടിയോ നിർത്തേണ്ടതായിട്ട് വരും. അതേസമയം ദൈവത്തിൻ്റെ കൂടെ എല്ലാം സാധ്യമാണ്. പൗലോസ്ലീഹ പറയുന്ന പോലെ ആ ദൈവത്തിനൊന്ന് വിട്ടുകൊടുക്കുക എന്നുള്ളത്. ഇങ്ങനെ ഒരു വാക്കുണ്ട്, ലെറ്റ് ഗോ ആൻഡ് ലെറ്റ് ഗോഡ്. വിട്ടുകൊടുക്കുക, ദൈവത്തെ ഏൽപ്പിക്കുക. ബ്രദറിൻ്റെ മിനിസ്ട്രിയിലൂടെ നിങ്ങൾ കൊടുക്കുന്ന സന്ദേശം എന്താണ്? നിങ്ങളുടെ ധ്യാനത്തിലൊക്കെ പങ്കെടുക്കാൻ വരുന്ന ആൾക്കാർ നമ്മുടെ സന്ദേശം എന്താ? നമ്മളിതേ പറയുന്നത്, നമ്മൾ ലക്ഷ്യബോധം വളരെ ക്ലിയർ. നിത്യജീവൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു തെറ്റായ കാഴ്ചപ്പാട് ആൾക്കാർക്ക്. അതോടൊക്കെയാണ് നമ്മൾ ക്ലാരിറ്റി വേണ്ടത്. മരിച്ചു കഴിഞ്ഞിട്ട് സ്വർഗം, മരിച്ചു കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതെല്ലാം കിട്ടിയിട്ട് എന്താ കാര്യം എന്നൊരു ചിന്ത മനുഷ്യർക്കുണ്ട്. അതല്ല നിത്യജീവൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് പോകുന്നതല്ല, ത്രിത്വിക ദൈവവുമായിട്ടുള്ള കമ്മ്യൂണിയൻ. അതായത് ദൈവത്തിൻ്റെ അതിസ്വാഭാവിക ജീവനിൽ പങ്കുവാരാകുക. ഇതിനാണ് ദൈവം നമ്മളെ വിളിക്കുന്നത്. അതിവിടെ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു അഡ്വാൻസ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ദൈവിക ജീവനിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. ആ ദൈവിക ജീവൻ ഒരിക്കലും സമ്പത്തല്ല. അത് നമ്മൾ തെറ്റിദ്ധരിക്കുക. നമുക്കറിയാണ്ട് കയറി വന്നൊരു കാര്യമാണ് ഈ അനുഗ്രഹം എന്ന് പറയുന്നത് സമ്പത്താണെന്ന് വിചാരിക്കും. എന്നിട്ട് സമ്പത്ത് വേണ്ടാന്ന് ദൈവം പറയുന്നത്. സമ്പത്ത് നമുക്ക് ആവശ്യത്തിന് വേണം. പക്ഷേ അതിലേക്കല്ല നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. നമുക്ക് അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് നമ്മൾ ഈ ലോകത്തിൻ്റെ വെളിച്ചമാകാൻ വിളിക്കപ്പെട്ടവരാണ്. ഈ ലോകത്തിൻ്റെ വെളിച്ചമാകാൻ നിൽക്കുന്ന ഞാൻ ഒരു ഓർഗനൈസേഷൻ്റെ മാനേജറായിട്ട് നിൽക്കേണ്ട കാര്യമുണ്ടോ? നമുക്കൊക്കെ വലിയ കാഴ്ചപ്പാടുകൾ വേണം. ഞാൻ ആ ജോലിയൊക്കെ റിസൈൻ ചെയ്യുമ്പം ഞാൻ അന്ന് കേരളത്തിലൊക്കെ ധ്യാനിപ്പിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. ജോലി റിസൈൻ ചെയ്തതിന് ശേഷം ഞാൻ ഇന്നിപ്പോൾ ഏകദേശം 39 രാജ്യങ്ങളിൽ യാത്ര ചെയ്തു കഴിഞ്ഞു. ഒരു 20 ലക്ഷത്തോളം ആൾക്കാരോട് ഈ സുവിശേഷം പറഞ്ഞു കഴിഞ്ഞു. അത്രയും സാധ്യതകളിലേക്കാണ് ആ ജോലി മാറ്റി വെച്ചപ്പോൾ നമ്മളെത്തുന്നത്. അപ്പം നമ്മളെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി നീ ലോകത്തിൻ്റെ വെളിച്ചമാകാൻ വിളിക്കപ്പെട്ടാണ്. അതാണ് നമ്മുടെ വിളി. അപ്പോൾ ഇത്രയും സാധ്യതയുള്ള ഒരു ക്രിസ്ത്യാനി, ഒരു ഭാര്യ, 2 കുട്ടി, ഒരു ജോലിയായിട്ട് ഒതുങ്ങിക്കൂടാന്ന് പറഞ്ഞതാണ് ഏറ്റവും വലിയ ട്രാജഡി. അപ്പം നമ്മൾ ഈ അനന്ത സാധ്യത, ദൈവത്തോളം വളരാനും ലോകത്തിൻ്റെ അതിർത്തികളിൽ യാത്ര ചെയ്യാനുള്ള സാധ്യതയുള്ള നമ്മൾ അതിലേക്ക് നീങ്ങണം. അതിനെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ വിശ്വസിക്കണം.
അതിന് ദൈവത്തിൻ്റെ വഴി കൂടി നടക്കണം. എന്നാലേ നമുക്ക് ഇത് അതിനെന്ന് വെച്ചാൽ നമ്മൾക്കുള്ള കാര്യങ്ങൾ നഷ്ടപ്പെടുത്താൻ തയ്യാറായാലേ ഇതിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ. ഇതാണ് ക്രൈസ്തവ ജീവിതം. ആസ്വദിക്കണം, ക്രൈസ്തവ ജീവിതം സെലിബ്രേറ്റ് ചെയ്യണം, ആഘോഷിക്കണം. അതിന് വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഈ ലോകത്തിൽ നമ്മൾ ദുഃഖിച്ച് നിരാശപ്പെട്ട് കരഞ്ഞ് നിലവിളിച്ച് അങ്ങനെ ജീവിക്കാനുള്ളതല്ല. അയ്യോ, അത് ദൈവത്തിന് വലിയ അപമാനമാണ്. നമ്മളിങ്ങനെ അത് തരണേ ഇത് തരണേ കരഞ്ഞും വിചാരിച്ച് നടക്കുന്നത്. കാരണം ദൈവം നമ്പർ എൻ്റെ പൊന്നുമക്കളെ ഞാൻ 2000 വർഷം മുമ്പ് നിൻ്റെ പാപം എല്ലാം വീട്ടി, നിൻ്റെ കടങ്ങൾ വീട്ടി, നിൻ്റെ ശാപങ്ങൾ വീട്ടി, എല്ലാം വീട്ടി കഴിഞ്ഞതാണ്. ഇനി നിനക്ക് വേണ്ട എല്ലാം തുറന്നു, സ്വർഗ്ഗം വരെ തുറന്നു തന്നിരിക്കുക. ഈ ഭൂമിയിലുള്ള സകലസ്ഥം നിൻ്റെതാണ്. കാരണം നീ എൻ്റെതായതെല്ലാം നിനക്കാണ്. നീ എൻ്റെ മകനായ മാത്രം മതി. നീ ഒന്ന് വിശ്വസിച്ചൊന്ന് ജീവിച്ചേ, എന്നിട്ട് ഞാനൊന്ന് സന്തോഷിക്കട്ടെ. ദൈവപിതാവ് പറയാം, ഞാനൊന്ന് സന്തോഷിക്കട്ടെ. ദൈവത്തിൻ്റെ മക്കളൊക്കെ ഇങ്ങനെ പങ്കുവെച്ചും സമൃദ്ധമായിട്ടും ജീവിക്കുന്നത് കണ്ടിട്ട് ദൈവപിതാവിന് സന്തോഷിക്കണം ആഗ്രഹം. പക്ഷേ നമ്മൾക്ക് ദൈവപിതാവിന് സന്തോഷമൊന്നും കൊടുക്കുന്നില്ല. ബ്രദറെ, അവസാനമായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മുടെ പൊതുസമൂഹത്തിൽ മിനിമം ക്രൈസ്തവരുടെ ഇടയിലെങ്കിലും ഇതൊന്ന് പ്രാക്ടിക്കലാക്കാൻ എന്ത് ചെയ്യണം എന്ന് നമ്മുടെ സമൂഹത്തോട്, നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഷെക്കന ടെലിവിഷൻ്റെ പ്രേക്ഷകരോടായിട്ട് അങ്ങൊന്ന് ചുരുങ്ങിയ വാക്കുകളിലൊന്ന് ഒന്ന് ഞാൻ അടിസ്ഥാനപരമായി നമ്മുടെ സുവിശേഷം മാറ്റി പറഞ്ഞു കൊടുക്കണം. നമ്മളിന്ന് പറയുന്ന സുവിശേഷം അല്ല. നമ്മൾ നിത്യജീവൻ, ദൈവത്തെ പ്രാപിക്കുക, ദൈവിക ജീവനിൽ പങ്കുകാരാവുക. ഇതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ലക്ഷ്യവും ഉദ്ദേശവും. ഇതിനു വേണ്ടിയിട്ടാണ് ദൈവം നമ്പുരാൻ ഭൂമിയിലെ നമ്മൾ ക്രിസ്മസ് ആഘോഷിച്ചു. ദൈവം എന്തിനാണ് മനുഷ്യപുത്രനായെന്ന് ചോദിച്ചാൽ നമ്മളെ ദൈവമക്കളാക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ നമുക്കിവിടെ വീടും പറമ്പുണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല. അങ്ങനെ നമ്മൾ ദൈവത്തിൻ്റെ മക്കളാകുന്നത് വഴിയാണ് നമ്മൾ ഈ ലോകത്തിൻ്റെ അധിപന്മാരായി മാറുന്നത്. ഇതിലേക്ക് നമ്മൾ വരണം. അതുകൊണ്ട് നമ്മൾ നമ്മുടെ മക്കളെ വളർത്തുന്നതും കുടുംബജീവിതം നയിക്കുന്നതും എല്ലാം ഈ ദൈവരാജ്യത്തിന് വേണ്ടിയിട്ടായിരിക്കണം. ഇന്ന് ഞാൻ ഒരു സങ്കടത്തോടെ പറയുന്നത്, നമ്മൾ ഏകദേശം 150ഓളം ധ്യാനമന്ദിരങ്ങളുണ്ട് കേരളത്തിൽ. ഈ ഒരു ധ്യാനമന്ദിരത്തിലും ഈ ധ്യാനമന്ദിരത്തിൽ 90% വരുന്നത് വിവാഹിതരാണ്. നമ്മുടെ സഭയിൽ വിവാഹിതരാണ് കൂടുതൽ. 10% സന്യസ്തരും ഏകസ്ഥരും അല്ലെങ്കിൽ വൈദികരും കൂടി ഉള്ളൂ. ബാക്കി 90% വിവാഹിതരാണ്. ഇവർക്ക് വേണ്ടത് മക്കളുണ്ടാകുക എന്നുള്ളതാണ്. മക്കളുണ്ടാവണം. ഇതിനെക്കുറിച്ച് ഒരു ധ്യാനമന്ദിരത്തിലും ഒരു ക്ലാസ് പോലും പറയുന്നില്ല. വലിയ സങ്കടകരമായ ഇതാണ് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം. ഈ സുവിശേഷം നമ്മൾ പറഞ്ഞു തുടങ്ങുക, അപ്പോൾ തമ്പുരാൻ നമുക്ക് വേണ്ടതെല്ലാം കൂട്ടിച്ചേർത്ത് വെച്ചിട്ടുണ്ട്. ഈ 2022 നിനക്ക് വേണ്ട, നമുക്ക് വേണ്ടതെല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. ലോകം പറയുന്നത് സാമ്പത്തികമാണ്, ക്ഷമമാണ്, പ്രളയമാണ്, ഇതാണ്. ദൈവരാജ്യത്തിലൊന്നിനും കുറവില്ല. അവിടെ എല്ലാം ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ദൈവരാജ്യത്തിലേക്ക് വരണം. നമുക്കിനിയൊരു മാനസാന്തരം ആവശ്യമാണ്. കർത്താവ് പറഞ്ഞ വാക്യം ഇന്നും വളരെ പ്രസക്തമാണ്. അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക, ദൈവരാജ്യം സമീപിച്ചിട്ടുണ്ട്. വളരെ നന്ദി എൽവിസ് ബ്രദറെ. അങ്ങയുടെ ലൈഫ്, അങ്ങയുടെ സന്ദേശമാണ് നമ്മുടെ പ്രേക്ഷകർക്ക് വലിയ ഒരു തിരിച്ചറിവ് ലഭിക്കുവാൻ, പ്രത്യേകിച്ച് ദൈവരാജ്യത്തിൻ്റെ ആ രഹസ്യങ്ങൾക്കനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തി എല്ലാ തലത്തിലും ജീവിതം ഒരു അനുഗ്രഹമായി തീരുവാൻ, അനേകർക്ക് നമ്മുടെ ജീവിതം സന്തോഷം പകരുന്ന, നന്മ പകരുന്ന അനുഭവമായി തീരാൻ ബ്രദറിൻ്റെ ഈ പങ്കുവയ്ക്കൽ കാരണമായി തീരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വന്നതിനും നമ്മുടെ പ്രേക്ഷകരോട് സംസാരിച്ചതിനും നന്ദി. താങ്ക് യു. ദൈവം അനുഗ്രഹിക്കട്ടെ.